കേരളത്തിലെ പഴനി എന്നറിയപ്പെടുന്ന ക്ഷേത്രം മയിലാടും കുന്ന് മേൽപ്പഴനി എന്നാണ് പ്രധാനമായും ഈ ക്ഷേത്രം അറിയപ്പെടുന്നത്. വയറു സംബന്ധമായ എല്ലാ അസുഖവും മാറാൻ വേണ്ടി മുരുക ഭഗവാന്റെ ഒരു പ്രത്യേക പ്രസാദം തന്നെ ഇവിടെ ഭക്തർക്ക് കൊടുക്കുന്നുണ്ട്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ അഞ്ജന. അപ്പോൾ ഇന്ന് ഞാൻ പോകുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിനടുത്തുള്ള മയിലാടും കുന്ന് എന്ന ക്ഷേത്രത്തിലേക്കാണേ. സ്റ്റെപ്പ് കയറി പോകാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ റോഡിന് പോയി കഴിഞ്ഞാൽ നേരെ അമ്പലത്തിന് മുന്നിൽ തന്നെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള എല്ലാ സൗകര്യവും ഇവിടെ ഉണ്ട്. പടിക്കെട്ട് തുടങ്ങുന്നിടത്ത് തന്നെ വിഘ്നവിനാശകനായ പാദവിനായകന്റെ കോവിലാണ് ആദ്യം തന്നെ കാണാൻ കഴിയുന്നത്. ഒരു നാളികേരം ഇവിടം ഉടച്ചതിന് ശേഷം ഭക്തർ പടികൾ കയറി തുടങ്ങുന്നതാണ് ഇവിടത്തെ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത്. പാദരക്ഷകൾ ഉപയോഗിച്ച് തൃപ്പടിയിൽ കയറരുത് എന്ന ഒരു പ്രത്യേക ബോർഡ് തന്നെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. രാത്രി 8:30 നട അടയ്ക്കുന്നതിനാൽ 9 മണി കഴിഞ്ഞ അമ്പലത്തിലേക്ക് ആർക്കും പ്രവേശനം ഇല്ല. ഇവിടെ പഴനിമലയെ അനുസ്മരിപ്പിക്കുന്ന അതേ രീതിയിലുള്ള പടിക്കെട്ടുകളും ഈ ക്ഷേത്രത്തിലുണ്ട്. രണ്ട് സൈഡിലും നിറയെ കാടായിട്ട് അതിൻ്റെ നടുവിൽ കൂടെയാണ് ഈ പടിക്കെട്ടുകൾ വരുന്നത്. ഈ പടിക്കെട്ട് കയറിയിട്ട് വേണം അമ്പലത്തിൻ്റെ ഏറ്റവും മുകളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട്. ഈ ക്ഷേത്രത്തിലേക്ക് 2 വഴികളുണ്ടെങ്കിലും ഈ പടിക്കെട്ടുകൾ കയറിയിട്ട് അമ്പലത്തിലേക്ക് എത്തുന്നതാണ് ഇവിടുത്തെ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത് തന്നെ. പടികൾ കയറി ചെല്ലുമ്പോൾ കാണുന്നത് ആദ്യം തന്നെ കെടുമ്പൻ സ്വാമിയുടെ പ്രതിഷ്ഠയാണ്. ഇവിടെ തൊഴുത് വണങ്ങിയതിനു ശേഷമേ ബാക്കി പടികൾ കയറാൻ പാടുള്ളൂ. ഏകദേശം 19 വർഷത്തിൻ്റെ അടുത്തായേ ഇങ്ങനൊരു ക്ഷേത്രം ഇവിടെ സ്ഥിതി ചെയ്യുന്നതായിട്ട് തന്നെ. പക്ഷേ ഒട്ടുമിക്ക ആളുകൾക്കും ഇപ്പോഴും ഈ ക്ഷേത്രം എവിടെയാണെന്ന് കറക്റ്റ് ഇപ്പോഴും അറിയില്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജ് മുണ്ടിക്കൽത്താഴം വഴിയും വെള്ളിപ്പറമ്പ് വഴിയും ഈ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റുവേ. കെടുമ്പൻ സ്വാമിയെ തൊഴുതതിനു ശേഷം കുറച്ചുകൂടി പടികൾ കയറിക്കഴിഞ്ഞാൽ പിന്നെ ഹനുമാൻ സ്വാമിയുടെ കോവിലിന്റെ മുന്നിലേക്കാണ് എത്തിച്ചേരുന്നത്. വടമാലയാണ് ഹനുമാൻ സ്വാമിയുടെ പ്രധാന ഇഷ്ട വഴിപാട് എന്ന് പറയുന്നത് തന്നെ. ഹനുമാൻ സ്വാമിയെ തൊഴുതതിനു ശേഷം അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറിക്കഴിഞ്ഞാൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആൽമരമാണ് ആദ്യം തന്നെ കാണാൻ കഴിയുക. ഇതിൻ്റെ പടിഞ്ഞാറ് ദർശനമായിട്ട് ബാലഗണപതിയെയും കിഴക്ക് ദർശനമായിട്ട് ശിവപാർവതി പ്രതിഷ്ഠയുമാണ് കാണാൻ കഴിയുന്നത്. 30 മുക്കോടി ദേവതകളുടെ സംഗമ സ്ഥലമായ ഈ പാലമരത്തിന് ചുറ്റും 3 നാളികേരവുമായിട്ട് 7 പ്രദക്ഷിണം ചെയ്ത ശേഷം പാലയ്ക്ക് മുന്നിൽ സ്വയം മുട്ടറത്താൽ ഗൃഹദോഷത്തിനും കർമ്മ തടസ്സത്തിനും മാറ്റം ഉണ്ടാകും എന്നതാണ് ഇവിടത്തെ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത് തന്നെ. പഴനി ക്ഷേത്രത്തിലെ അതേ പൂജാതി കർമ്മങ്ങളാണ് ഈ ക്ഷേത്രത്തിലും ചെയ്തു വരുന്നതായിട്ട്. പഴനിമലയിലെ താന്ത്രിക ശ്രേഷ്ഠന്മാർ തന്നെയാണ് ഇവിടെയും പ്രതിഷ്ഠാ കർമ്മങ്ങൾ നടത്തി വരുന്നത്. പൂജാതി കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുന്നതും ഇതേ ശ്രേഷ്ഠന്മാർ തന്നെയാണ്. തമിഴ് ആചാരപ്രകാരമാണ് ഇവിടത്തെ പൂജാതി കർമ്മങ്ങൾ നടത്തി വരുന്നത്. ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് എന്ന് പറയുന്നത് പാലഭിഷേകം, നെയ്യഭിഷേകം, ഭസ്മാഭിഷേകം, അർച്ചനത്തട്ട്, പഞ്ചാമൃതം, ഇളനീർ, നെയ്വിളക്ക്, എള്ളുതിരി, ദ്രവ്യങ്ങളാൽ പറ നിറയ്ക്കൽ എന്നിവയാണ് ഇവിടത്തെ പ്രധാന വഴിപാട് എന്ന് പറയുന്നത്. അമ്പലത്തിന്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള 2ാമത്തെ വഴി ഇതാണ്. വണ്ടി മാർഗം വഴി വരുന്നവർക്ക് ഇതിലെയാണ് അമ്പലത്തിന്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റുന്നത്. അമ്പലത്തിന്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഇടതുഭാഗത്ത് തന്നെ ആദ്യം കാണാൻ കഴിയുന്നത് ഒരു ചെറിയ വെജിറ്റേറിയൻ ഹോട്ടലും വലതുഭാഗത്ത് വഴിപാട് കൗണ്ടറുമാണ് കാണാൻ കഴിയുന്നത്. വാഹനത്തിൽ വരുന്നവർക്ക് പാർക്ക് ചെയ്യാനായിട്ട് ഇവിടെ പ്രത്യേക സൗകര്യം തന്നെ ഒരുക്കിയിട്ടുണ്ടേ. രാവിലെ 6 മണിക്ക് നട തുറന്നാൽ പൂജാതി കർമ്മങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഏകദേശം 1 മണിയാകുമ്പോൾ നട അടയ്ക്കും. വൈകിട്ട് 5 മണിക്ക് നട തുറന്നതിന് ശേഷം രാത്രി 8:30 നട അടയ്ക്കുന്നത്.
തമിഴ് ക്ഷേത്ര നിർമ്മാണ രീതിയാണ് പൂർണ്ണമായും ഈ ക്ഷേത്രത്തിലും അവലംബിച്ചിരിക്കുന്നത്. പഴനി ക്ഷേത്രത്തിന്റെ അതേ അളവിൽ തന്നെയാണ് പ്രതിഷ്ഠയടക്കം ക്ഷേത്രത്തിനാകെ സ്വീകരിച്ചിരിക്കുന്നത്. വയറ് സംബന്ധമായ എല്ലാ അസുഖങ്ങളും മാറാൻ വേണ്ടി മുരുക ഭഗവാന്റെ ഒരു പ്രത്യേക പ്രസാദം തന്നെ ഇവിടെ ഭക്തർക്ക് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പ്രത്യേക ഔഷധം കഴിക്കുന്നതിന് വേണ്ടി ഒരുപാട് ദൂരെ നിന്ന് വരെ അറിഞ്ഞിട്ട് ഈ ക്ഷേത്രത്തിലേക്ക് ഭക്തജനങ്ങൾ എത്തിവരുന്നതാണ് ഇവിടെ കണ്ടുവരുന്ന ഒരു പതിവ്. പഴനി ക്ഷേത്രത്തിലെ തലമുണ്ടനം ചെയ്യുന്ന അതേ ചടങ്ങ് ഇവിടെയും കണ്ടുവരുന്നുണ്ട്. പഴനിക്ക് സമാനമായ അതേ നിർമ്മിതികളാണ് ഈ ക്ഷേത്രത്തിലും കാണാൻ കഴിയുന്നത്. മയിലാടും കുന്നിലെ ക്ഷേത്ര സങ്കല്പമനുസരിച്ച് ആദ്യമായി പ്രതിഷ്ഠിച്ചത് നാഗക്ഷേത്രമാണ്. എല്ലാ മാസവും ആയില്യം നക്ഷത്രത്തിൽ നാഗപൂജ നടത്തി വരുന്നുണ്ടിവിടെ. ഈ ക്ഷേത്രത്തിലെ മറ്റൊരു പ്രധാന ചൈതന്യമാണ് മയിലാടും കുന്നിലമ്മ. പ്രധാന ക്ഷേത്രത്തിന്റെ വടക്കുഭാഗത്തായി നെല്ലിമരച്ചോട്ടിൽ മയിലാടും കുന്നിന്റെ മൊത്തം സംരക്ഷകയായി അമ്മ കുടികൊള്ളുന്നുണ്ട് എന്നതും ഈ ക്ഷേത്രത്തിന്റെ വലിയൊരു പ്രത്യേകതയാണ്. നിത്യേന ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങൾക്ക് 3 നേരവും ഊട്ടുപുരയിൽ പ്രസാദ ഊട്ട് നടത്തി വരുന്നുണ്ട് ഇവിടെ. രാവിലെ 6 മണിക്ക് നട തുറക്കുന്ന ക്ഷേത്രത്തിൽ 6 മുതൽ വിശ്വരൂപ ദർശനവും 7 മണിക്ക് വിളാപൂജയും പാലഭിഷേകം, നെയ്യഭിഷേകം, ഭസ്മാഭിഷേകം, പഞ്ചാമൃതാഭിഷേകം എന്നിവ നടക്കുന്നുണ്ട്. കേരളീയ ക്ഷേത്ര സമ്പ്രദായങ്ങളിൽ നിന്നും വ്യത്യസ്തമായി 6 കാല പൂജാ സമയങ്ങളിലും ക്ഷേത്ര തിരുമുറ്റത്ത് വേലിന്റെ രൂപത്തിൽ ഉയർന്നു വരുന്ന മണിമണ്ഡപത്തിൽ മണിയടിക്കുന്നതും തമിഴ് മുറപ്രകാരം ഓതുവാർ ഇരുപ്പുകളും തേവരങ്ങളും പാടി ദേവനെ ഉണർത്തുന്നതും ഇവിടുത്തെ ഒരു വലിയ പ്രത്യേകതയാണ്. ക്ഷേത്ര സന്നിധിയിൽ നിന്നും ലഭിക്കുന്ന ഏറ്റവും വിശേഷപ്പെട്ട പ്രസാദത്തിലൊന്നാണ് പഞ്ചാമൃതം. ഇത് ഭവനങ്ങളിൽ കൊണ്ടുപോകുന്നതും കഴിക്കുന്നതും ഏറ്റവും നല്ലതാണെന്നാണ് കേട്ടുവരുന്നത് ഇവിടെ.